11 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സഹോദരൻ്റേത് കൊലപാതകമെന്ന ആരോപണവുമായി ജ്യേഷ്ഠൻ രംഗത്ത്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ താമസക്കാരനായ സുരേഷ് ഭവനത്തിൽ എസ് സജീവാണ് അനുജൻ സുഭാഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. കട്ടപ്പന നരിയമ്പാറയിൽ താമസിച്ചിരുന്ന സുഭാഷിനെ 2014 ഏപ്രിൽ 22-നാണ് കാണാതായത്. തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാവാതെ വന്നതോടെ 2016 വീണ്ടും പോലീസിൽ പരാതി നൽകി. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടത്താൻ തയ്യാറായില്ല. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘം സുഭാഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും മൃതദേഹം വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ മറവ് ചെയ്തെന്നും സജീവ് ആരോപിക്കുന്നു. ഈ ചെറുക്കനെ എൻ്റെ അനിയനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പം ഏതാണ്ട് ഒരു 4 അടി വീതിയിൽ ഒരു 5 അടി 6 അടി നീളത്തിൽ ഇഞ്ചിക്ക് പണ കോരുന്നവരെ പണ കോരിയിട്ട് ചുമല ചീറി നട്ടിട്ടുണ്ട് എൻ്റെ കൊച്ചമ്മയും ചിറ്റപ്പനും. അപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞു, എടാ ചിറ്റപ്പൻ കൃഷിഭവനിൽ പോയപ്പം കുറച്ച് ചീരയുടെ അരി കിട്ടി, അത് ഇവിടെ കൊണ്ടുവന്ന് പാകിയെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും ആ സ്ഥലവും വീടും അവിടെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ അനിയൻ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയനെ കാണാതായി കഴിഞ്ഞപ്പോൾ അന്നേരം നമ്മളൊന്നും മിണ്ടില്ല. നമുക്ക് അന്നേരം ഒന്നും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അകത്ത് വാടകയ്ക്ക് പലരും താമസത്തിന് വന്നു. പല ആൾക്കാർ താമസത്തിന് വന്നു കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, 5-6 ചീര നട്ടോട്ടെ, ചേമ്പ് നട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നട്ടോളാൻ പറഞ്ഞു. കാരണം എനിക്ക് പാലഗ്രാമിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ ചീരയും ചേമ്പ് നടാനായിട്ട് അവിടെ ഇറങ്ങിയപ്പം ഈ കൊച്ചമ്മയും ചിറ്റപ്പനും സമ്മതിക്കല്ലേ ഇവിടെ പണിയാനായിട്ട്. അപ്പം നമുക്ക് സംശയങ്ങൾ തുടങ്ങി. എന്നാൽ ഇവിടെ പരിശോധന നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും MP, DGP എന്നിവർക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നുവെന്നും സുഭാഷിന്റെ തിരോധാനത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും സജീവ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.